അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 7ാം ക്ലാസ്സിലെ തജ്വീദുൽ ഖുർആനിലെ 14ാമത്തെ ചാപ്റ്ററും അവസാനത്തെ ചാപ്റ്ററുമായ സാദത്തുഹും ഈമാന, അവരെ ഈമാൻ വർദ്ധിക്കട്ടെ എന്നർത്ഥം വരുന്ന പാഠം വായിക്കുന്നു. ഈ പാഠം 7ാം ക്ലാസ്സിലെ തജ്വീദുൽ ഖുർആന്റെ മുഴുവൻ ചാപ്റ്റേഴ്സുകളും തദ്രീബാത്തുകളും എന്റെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം ചാനൽ ലഭ്യമാണ് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. പാഠത്തിൽ പറയുന്നത് പതിവായി ഓതേണ്ട സൂറത്തുകളും അതിന്റെ മഹത്വങ്ങളാണ്. നോക്കൂ, വായിക്കാം. ഉപ്പയും ഉമ്മയും സഹോദരങ്ങളുമെല്ലാം അന്ന് വീട്ടിലുണ്ട്. ഹിഫ്ലിന് പഠിക്കുന്ന റാഷിദ് മോൻ ലീവിന് നാട്ടിൽ വരുന്ന ദിവസമാണ്. വീട്ടിൽ വന്നാൽ ഖുർആനുമായി ബന്ധപ്പെട്ട ധാരാളം അറിവുകൾ റാഷിദ് വീട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കും. ഇന്ന് ചില സൂറത്തുകളുടെ മഹത്വങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. റാഷിദ് ആരംഭിച്ചു. വിശുദ്ധ ഖുർആനിലെ 114 സൂറത്തുകളുടെയും ഉമ്മ അഥവാ ഉമ്മുൽ ഖുർആൻ എന്നറിയപ്പെടുന്ന സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. വിശുദ്ധ ഖുർആനിൽ ഏറ്റവും മഹത്വമുള്ളതും ഒരു സത്യശ്വാസ നിസ്കാരത്തിൽ ദിവസവും 17 തവണ നിർബന്ധമായും പാരായണം ചെയ്യേണ്ടതുമായ സൂറത്താണത്. അസ്സബഉൽ മസാനി, സൂറത്തു ഷിഫാ, സൂറത്തു ദുആ എന്നിങ്ങനെ സൂറത്തുൽ ഫാത്തിഹക്ക് ധാരാളം പേരുകളുണ്ട്. ഒരു തവണ പാരായണം ചെയ്താൽ 10 തവണ ഖത്മ് ചെയ്ത പ്രതിഫലം ലഭിക്കുന്ന ഒരു സൂറത്തുണ്ട് ഖുർആനിൽ. ഖത്മ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഖുർആൻ മുഴുവനായിട്ട് ഓതുക. ഖുർആന്റെ ഹൃദയം അഥവാ ഖൽബുൽ ഖുർആൻ എന്നാണ് അതിന്റെ സ്ഥാനപ്പേര്. റാഷിദ് മോൻ പറഞ്ഞു തീർന്നപ്പോഴേക്ക് മുർഷിദ് മോൾ ചോദിച്ചു, സൂറത്ത് യാസീൻ അല്ലേ അത്? ഞാൻ എന്നും പാരായണം ചെയ്യാറുണ്ടല്ലോ. അതെ, സൂറത്ത് യാസീൻ തന്നെ. മരണാസന്നനായ ആളുടെ അടുത്ത് വെച്ചും മരണപ്പെട്ട ആൾക്ക് വേണ്ടിയും സൂറത്ത് യാസീൻ പാരായണം ചെയ്യണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇഖ്റഉ അലാ മൗതാക്കും യാസീൻ, നിങ്ങൾ മരണപ്പെട്ടവരടുത്ത് യാസീൻ ഓതുക എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസാണത്. 30 ആയത്തുകളുള്ള ഒരു സൂറത്ത് എന്റെ ഉമ്മത്തിലെ എല്ലാവരുടെയും ഹൃദയത്തിൽ സൂക്ഷിപ്പുണ്ടായിരുന്നെങ്കിൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആഗ്രഹിച്ചിരുന്നു. ഒരാളുടെ ദോഷങ്ങൾ പൊറുക്കുന്നതുവരെ ശഫാഅത്ത് ചെയ്യുന്ന സൂറത്താണത്. ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന മുൻജിയ, മാനിയ എന്നെല്ലാം അതിന് പേരുകളുണ്ട്. ആ സൂറത്ത് പാരായണം ചെയ്യാതെ ഒരു രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറങ്ങാറില്ലായിരുന്നു. റാഷിദിന്റെ സംസാരം തീരെ മുമ്പ് വീട്ടുകാർ ഒരുമിച്ച് പറഞ്ഞു സൂറത്തുൽ മുൽക്ക്. മൻ ഖറഅ സൂറത്തുൽ വാഖിഅ ലം തുസ്ബഹു ഫാഖത്തൻ അബദ. സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്യുന്നവൻ ഒരിക്കലും ദാരിദ്ര്യം പിടിപ്പെടില്ല എന്ന് ഹദീസിലുണ്ട്. ഖുർആനിലെ 6000-ൽ പരം വരുന്ന ആയത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്താണ് ആയത്തുൽ കുർസി. നിസ്കാര ശേഷവും രാവിലെയും വൈകിട്ടും അങ്ങനെ ധാരാളം സന്ദർഭങ്ങളിൽ ആയത്തുൽ കുർസി പതിവാക്കൽ പ്രത്യേക സുന്നത്തുണ്ട്. സൂറത്തുൽ ബഖറയിൽ അവസാനത്തെ 2 ആയത്തുകൾ അഥവാ ആമന റസൂൽ രാത്രിയിൽ പാരായണം ചെയ്താൽ പുലരുവാളും സുന്നത്ത് നിസ്കരിക്കുന്നതിനോ രാത്രിയിലെ എല്ലാവിധ ഷർറുകളിൽ നിന്നുള്ള രക്ഷക്കോ അത് തന്നെ മതി എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. റാഷിദ് മോന്റെ അവതരണം ഗംഭീരമായി. ഈ സൂറത്തുകളും ആയത്തുകളും പതിവായി പാരായണം ചെയ്യുമെന്ന തീരുമാനത്തോടെ അതിനുള്ള തൗഫീഖിന് വേണ്ടി അവർ ദുആ ചെയ്തു. ഈ പാഠത്തിൽ പറഞ്ഞ പതിവായി ഓതേണ്ട സൂറത്തുകൾ സൂറത്തുൽ ഫാത്തിഹ, സൂറത്ത് യാസീൻ, സൂറത്തുൽ മുൽക്ക്, സൂറത്തുൽ വാഖിഅ, ആയത്തുൽ കുർസി, ആമന റസൂൽ. ഈ സൂറത്തുകളും അതിന്റെ മഹത്വങ്ങളാണ് പാഠത്തിലൂടെ പറഞ്ഞത്. അള്ളാഹു നമുക്ക് ഈ പറയപ്പെട്ട സൂറത്തുകൾ പതിവായി ഓതാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇനി നമുക്ക് തദ്രീബാത്ത് വായിക്കാം. ഒന്നാമത്തെ ആക്ടിവിറ്റി നഖ്താർ സ്വഹീഹ, ശരി തെരഞ്ഞെടുക്കാനാണ്. അതിലൊന്ന് സൂറത്തു ദുആ എന്ന പേരുണ്ട്. സൂറത്തുൽ ഫാത്തിഹ, സൂറത്തുൽ വാഖിഅ, സൂറത്തുൽ മുൽക്ക്. ശരി, അതാണ് സൂറത്തുൽ ഫാത്തിഹ. രണ്ടാമത്തത്, ഒരു തവണ പാരായണം ചെയ്താൽ 10 തവണ ഖത്മ ചെയ്ത പ്രതിഫലം ലഭിക്കും. സൂറത്തുൽ ബഖറ, സൂറത്തു യാസീൻ, സൂറത്തുൽ ഫാത്തിഹ. ഇതാണ് സൂറത്തു യാസീൻ. മൂന്നാമത്തത്, മരണപ്പെട്ടവർക്ക് വേണ്ടി ഓതാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശിച്ചു. ആയത്തുൽ കുർസി, ആമന റസൂൽ, സൂറത്ത് യാസീൻ. ഏതാ ശരി? സൂറത്ത് യാസീൻ. നാലാമത്തത്, ദോഷങ്ങൾ പൊറുക്കുന്നത് വരെ ശഫാഅത്ത് ചെയ്യുന്ന സൂറത്ത് യാസീൻ, സൂറത്തുൽ വാഖിഅ, സൂറത്തുൽ മുൽക്ക്. ശരി, സൂറത്തുൽ മുൽക്ക്. അഞ്ചാമത്തത്, പരിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ 10000-ൽ പരം, 7000-ൽ പരം, 6000-ൽ പരം. ശരി, 6000-ൽ പരം. ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി നുജീബു ബി കലിമത്തിൻ വാഹിദ, ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക. അതിലൊന്നാമത്തത്, വിശുദ്ധ ഖുർആനിലെ സൂറത്തുകൾ എത്ര? 114.
രണ്ടാമത്തെ ചോദ്യം, ഉമ്മുൽ ഖുർആൻ എന്ന പേരിൽ അറിയപ്പെടുന്ന സൂറത്ത് ഏത്? സൂറത്തുൽ ഫാത്തിഹ. ചോദ്യം 3, സൂറത്തുൽ ഫാത്തിഹ ഒരു സത്യവിശ്വാസ നിസ്കാരത്തിൽ ഓരോ ദിവസവും നിർബന്ധമായും എത്ര തവണ പാരായണം ചെയ്യണം? 17. നാലാമത്തെ ചോദ്യം, ഖൽബുൽ ഖുർആൻ എന്ന പേരുള്ള സൂറത്ത് ഏത്? സൂറത്ത് യാസീൻ. അഞ്ചാമത്തത്, മുൻജിയ മാനിയ എന്നൊക്കെ പേരുള്ള സൂറത്ത് ഏത്? സൂറത്തുൽ മുൽക്ക്. ആറാമത്തെ ചോദ്യം, പാരായണം ചെയ്യുന്നവന് ദാരിദ്ര്യം പിടിപെടില്ല ഏത് സൂറത്ത്? സൂറത്തുൽ വാഖിയ. ഏഴാമത്തെ ചോദ്യം, ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്ത്? ആയത്തുൽ കുർസി. മൂന്നാമത്തെ ആക്ടിന് ഉജീബ് ഉത്തരം എഴുതാം. ചോദ്യം 1, സൂറത്തുൽ ഫാത്തിഹയ്ക്ക് പറയപ്പെടുന്ന മറ്റു 4 പേരുകൾ? ഉമ്മുൽ ഖുർആൻ, അസ്ബഉൽ മസാനി, സൂറത്തു ഷിഫാ, സൂറത്തു ദുആ. രണ്ടാമത്തെ ചോദ്യം, സൂറത്ത് യാസീൻ പാരായണം ചെയ്യണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർദ്ദേശിച്ച 2 സന്ദർഭങ്ങൾ? മരണാസന്നനായ ആളടുത്ത് വെച്ചും മരണപ്പെട്ട ആൾക്ക് വേണ്ടിയും. ചോദ്യം 3, ആമന റസൂല് പാരായണം ചെയ്യുന്നതിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ത് പറഞ്ഞു? സൂറത്തുൽ ബഖറയിൽ അവസാനത്തെ 2 ആയത്തുകൾ അഥവാ ആമന റസൂൽ രാത്രിയിൽ പാരായണം ചെയ്താൽ പുലരുവോളം സുന്നത്ത് നിസ്കരിക്കുന്നതിനോ രാത്രിയിലെ എല്ലാവിധ ഷർറുകളിൽ നിന്നുള്ള രക്ഷക്കോത് തന്നെ മതി എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഇനി 4ാമത്തെ ആക്ടിവിറ്റി നക്തുബു ഫിഖറ, ഒരു ഗണ്ണിക എഴുതാനാണ്. ഒന്നാമത്തെ സൂറത്തുൽ മുൽക്കിന്റെ മഹത്വം, അതിനെക്കുറിച്ച് എഴുതാനാണ്. 30 ആയത്തുകളുടെ സൂറത്ത് എന്റെ ഉമ്മത്തിൽ എല്ലാവരുടെയും ഹൃദയത്തിൽ സൂക്ഷിപ്പുണ്ടായിരുന്നെങ്കിൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആഗ്രഹിച്ചിരുന്നു. ഒരാളുടെ ദോഷങ്ങൾ പൊറുക്കുന്നത് വരെ ശഫാഅത്ത് ചെയ്യുന്ന സൂറത്താണത്. ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന മുൻജിയ, മാനിയ എന്നെല്ലാം അതിന്റെ പേരുകളുണ്ട്. ആ സൂറത്ത് പാരായണം ചെയ്യാതെ ഒരു രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറങ്ങാറില്ലായിരുന്നു. രണ്ടാമത്തത് സൂറത്തുൽ വാഖിയയുടെ മഹത്വം. മൻ ഖറഅ സൂറത്തുൽ വാഖിയ ലം തുസ്ബഹു ഫാഖത്തുൻ അബദ. സൂറത്തുൽ വാഖിയ പാരായണം ചെയ്യുന്നവൻ ഒരിക്കലും ദാരിദ്ര്യം പിടിപെടില്ല എന്ന് ഹദീസിലുണ്ട്. ഇനി 5ാമത്തെ ആക്ടിവിറ്റി തഖ്സീസ്. അതിലൊന്ന് നഖറ സൂറത്തുൻ നിസാ. സൂറത്തുൻ നിസാ 122 മുതൽ 172 വരെ തജ്വീദ് നിയമങ്ങൾ അനുസരിച്ച് പാരായണം ചെയ്യുക. 2, നഖറ സൂറത്ത് യാസീൻ വൽ മുൽക്ക് വൽ വാഖിയ മഅ മുറാഅത്തി ഖവായിദ് തജ്വീദ്. യാസീൻ സൂറത്ത്, മുൽക്ക് സൂറത്ത്, വാഖിയ സൂറത്ത് എന്നിവ തജ്വീദിന്റെ നിയമങ്ങൾ അനുസരിച്ച് പാരായണം ചെയ്യുക. 3ാമത്തത് നഹ്ഫള സൂറത്ത് യാസീൻ 79 to 83. യാസീൻ സൂറത്ത് 79 മുതൽ 83 വരെയും വാഖിയ സൂറത്ത് 91 മുതൽ 96 വരെയുള്ള ആയത്തുകൾ കാണാതെ പഠിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൽഖി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹബി അജ്മഈൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇതോടെ 7ാം ക്ലാസ് തജ്വീദ് മുഴുവൻ പാഠവും ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ ചാപ്റ്റേഴ്സുകളും അതിന്റെ തദ്രീബാത്തുകളും ചാനൽ ലഭ്യമാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.